بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله. الحمد لله الواحد القهار والرحيم الغفار غافر الذنب وقابل التوب، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. إسلامنا لا يستقيم عموده بدعاء شيخ في زوايا المسجد. إسلامنا لا يستقيم عموده بقصائد تتلى بمدح محمد. إسلامنا نور يضيء طريقنا. إسلامنا نار على من يعتدي. ആദരണീയരായ പണ്ഡിതന്മാരെ, പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു കാട്ടറബിയായ മനുഷ്യൻ കയറി വരികയാണ്. അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നു: മത്തസ്സാഅ യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ പരലോകം സംഭവിക്കുക? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: മാ അഅദത്ത ലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്? ആ കാട്ടറബിയായ മനുഷ്യൻ പറഞ്ഞു: ഖാല ഹുബ്ബുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് നബിയെ എൻ്റെ പാഥേയം. സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൻത മൻ അഹ്ബബ്ത. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്.
ആഖിറത്തിൽ എത്തിപ്പെടുമ്പോൾ, അവിടെ വിചാരണ നേരിടുമ്പോൾ, അവിടെ വിജയം വരിക്കുവാൻ ഒരുക്കി വെക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനോടും റസൂലുള്ളാഹിനോടുമുള്ള സ്നേഹമാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കേണ്ടത്? സ്വന്തം മാതാപിതാക്കളെക്കാളേറെ, സ്വന്തം മക്കളെക്കാളേറെ, സ്വന്തം ഭാര്യയെക്കാളേറെ, പ്രിയപ്പെട്ടവരെക്കാളേറെ, ബന്ധുമിത്രാദികളെക്കാളേറെ, നാം ഒരുമിച്ച് കൂട്ടിയ സ്വത്തിനേക്കാളേറെ, നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടത്തെക്കാളേറെ, നാം പണിതുയർത്തിയ അമ്പര ചുംബികളായ മണിമേടകളെക്കാളേറെ, ഈ 8-നേക്കാളേറെ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കണമെന്ന് സൂറത്തു തൗബയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ 1-ാം ഭാഗമായ അള്ളാഹു എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. 2-ാം ഭാഗമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അഷ്റഫുൽ ഖൽഖ്? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ലോകം മുഴുവനും ജസീറത്തുൽ അറബിൽ നിന്ന് ഒരു പ്രവാചകന്റെ വരവ് കാത്തിരിക്കുന്ന കാലം, തൗറാത്തും ഇഞ്ചീലും പഠിച്ച പണ്ഡിതന്മാരെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാലം, ക്രിസ്താബ്ദം 571 മഹാനായ അബ്ദുള്ളയുടെയും മഹദി ആമിനായുടെയും മകനായി മുഹമ്മദ് എന്ന കുട്ടി ഭൂജാതനാവുകയാണ്. ഏപ്രിൽ 20 എന്നും 22 അഭിപ്രായം. റബീഉൽ അവ്വൽ 8, 9, 12 എന്നൊക്കെ അഭിപ്രായങ്ങൾ. ഏതായിരുന്നാലും റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നത് പണ്ഡിതന്മാർ ഇജ്മാ ആയ കാര്യമാണ്. മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത് തന്നെ അക്കാര്യം പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാൻ എന്നാണ് തുടങ്ങല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊള്ളുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനാകുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റസൂലുള്ളാഹിന്റെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിനെ ധാരാളം പണ്ഡിതന്മാർ പ്രബലമായ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. സാബാ തടാകം വറ്റിപ്പോയി, അനൂഷർവാൻ ചക്രവർത്തിയുടെ കൊട്ടാരങ്ങൾ തകർന്ന് തരിപ്പണമായി, വർഷങ്ങളായിട്ട് അഗ്നി ആരാധകർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി, വിഗ്രഹങ്ങൾ തലകുത്തി വീണു എന്നു തുടങ്ങി ധാരാളം അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. എതിർക്കുവാനും അംഗീകരിക്കുവാനുമില്ല. എന്നാൽ എതിർക്കേണ്ട ഒരു വിഷയം ഈ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിനെ അള്ളാഹു സൃഷ്ടിച്ചു. ഈ ഹദീസ് ദുർബലമാണ്, മൗളൂ ആണ് എന്ന് ലോക പണ്ഡിതന്മാർ ഇജ്മാ ആയ കാര്യമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണത്. അത് പ്രബലമായ ഒരു ഗ്രന്ഥത്തിലും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിറെ, അവ്വലുമാ ഖലഖല്ലാഹു നൂറ നബിയിക യാ ജാബിർ, ജാബിറെ, ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് നിന്റെ നബിയുടെ ഒളിവിനെയാണ്, പ്രകാശത്തെയാണ് എന്ന് പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസ് പ്രബലമായ ഒരു ഗ്രന്ഥത്തിലും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. മുസന്നഫ് അബ്ദുർ റസാഖിൽ 8-ാമത്തെയോ 9-ാമത്തെയോ ഹദീസായിട്ട് അത് കള്ളത്തരത്തിൽ പ്രിന്റ് ചെയ്ത് പിടികൂടിയിരിക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസാണ്. ദുബൈയിൽ ആ ഗ്രന്ഥം പിടികൂടിക്കഴിഞ്ഞു. ഇന്റർനെറ്റിൽ അത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കള്ളക്കോപ്പിയടക്കം. ഖുറാഫാത്തുകളെ എത്രമാത്രം ലോകത്ത് പ്രചരിപ്പിക്കുവാനുള്ള കടും കൈകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണത്. എങ്ങനെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടാൻ